വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണയിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എ ഷഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ നടത്തിയ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും കേരളത്തിലെ ഇടതു സർക്കാരിൽ നിന്നും പ്രോത്സാഹജനകമായ സമീപനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതു ഭരണ തുടർച്ചയുണ്ടായാൽ സംഘപരിവാറിന് അത് കൂടുതൽ ഗുണകരമാവുമെന്നും UDFന് പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരമില്ലാത്ത ഘട്ടങ്ങളിൽ അത് സ്വന്തം നിലക്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭരണ സംവിധാനത്തെ ആകമാനം സംഘപരിവാറിന്റെ വംശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കുവാൻ അവർക്ക് കഴിയാറില്ല. നമുക്കറിയാം 2014 മുമ്പുള്ള ഒരു ഇന്ത്യയും ശേഷമുള്ള ഒരു ഇന്ത്യയും. 14 മുമ്പുള്ള ഒരു ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തെ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായ പരിരക്ഷ ഉറപ്പായിരുന്നു, നിയമപരമായ സംരക്ഷണം ഉണ്ടായിരുന്നു, ന്യൂനപക്ഷാവകാശം ഉണ്ടായിരുന്നു, മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, വിശ്വാസ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ 2014 സംഘപരിവാർ അധികാരത്തിലേറിയതിനു ശേഷം ഇതെല്ലാം ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലം അധ്യക്ഷൻ ഹൈദർ താഴേക്കോട് യോഗത്തിൽ അധ്യക്ഷനായി. പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു. ജോൺ ബ്രിട്ടാസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളവും കേന്ദ്രവും ഉണ്ടാക്കിയ ഒരു ഡീൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ BJPക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം, വേറൊരു BJP ഇവിടെ വേണ്ടല്ലോ എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CPMനകത്ത് നിന്ന് ചോർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവനും പോകുന്നത് ഇപ്പോൾ നേരെ BJPയിലേക്കാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അതിശയപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച BJPയുടെ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി പോകുന്ന പലരും CPMന്റെ നേതാക്കളാണ് എന്നുള്ളതാണ്. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ മേലാറ്റൂർ, ജില്ലാ സെക്രട്ടറി അഷറഫ് അലി കട്ടുപാറ, ജില്ലാ ട്രഷറർ നസീറ ബാനു, വാർഡ് മെമ്പർമാരായ അത്തിക് ശാന്തപുരം, T ഹുസൈൻ, ജസീം സബാഹ് തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ഡലം സെക്രട്ടറി ഡോക്ടർ നബീൽ സ്വാഗതവും നൌഷാദ് അലി ഏലംകുളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.